ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ വീക്കെൻഡ് രാവിലെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയും എല്ലാ വീക്കെൻഡും പോലെ തന്നെ കുറച്ച് ചിക്കനും സാധനങ്ങളൊക്കെ ഫിഷ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കനാക്കി അങ്ങനെ അല്ലേ ഇറങ്ങാണ്. എല്ലാ വീക്കെൻഡും ഇപ്പം ഇതാണ് മെയിൻ പരിപാടി. ഇന്നലെ രാത്രി നമ്മൾ 11:11 വീട്ടിലെത്താൻ. ഇന്നലെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട്. ഇത് പെർമനന്റ് ആയിട്ട് ഒരു ടാറ്റു അടിച്ച് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഇത് പെർമനന്റ് ആണ്. അല്ല മീൻസ് പറയാ എല്ലാ ആഴ്ചയും എല്ലാ ആഴ്ച ഇങ്ങനെ കൈന്റെ മുകളിൽ ചോപ്പ് ഇടുന്നുണ്ട്. അത് പെർമനന്റ് ആയിട്ട് ഒരു ടാറ്റു ചോപ്പ് കളർ അടിക്കാൻ ഇത് തന്നെ. പിന്നെ ഇങ്ങനെ കഴുകി കളയണ്ടല്ലോ. ഇന്നലെയാണ് എന്താ പറയാ ഈവനിങ്ങില് എല്ലാ ആഴ്ചയും ഇനിയിപ്പോ അടുത്ത ആഴ്ച ഉണ്ട്. അങ്ങനെ ഓരോ ആഴ്ചയും ഓരോ പ്രോഗ്രാം. പ്രത്യേകിച്ച് മണ്ഡലകാലല്ലേ, മണ്ഡലകാലം അയ്യപ്പനെക്കാട്ടിലും സ്വപ്പ് ബിസി. അതെ, മണ്ഡലകാലത്ത് കുറെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാലിലത്തെ പിന്നെ പറയും വേണ്ട, അത് ഒട്ടും പോവില്ല. അത് എന്താ പറയാ സ്കൂളിലും ഇതിലൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴെല്ലാവരും ഇങ്ങനെ നോക്കുക, സ്കൂളിൽ ജിമ്മിലൊക്കെ പോകുമ്പോഴാണ്. കാരണം കാലിൽ ഇങ്ങനെ നന്നായിട്ട് അത് പോവാൻ കുറച്ച് പണി. ഇത് പിന്നെ ഇന്നത്തോടു കൂടെ പോവും. അപ്പോൾ കാലിലത്തെ തീരെ പോവില്ല. അത് പോയി തുടങ്ങുമ്പോഴേക്കും അടുത്ത പ്രോഗ്രാം. അങ്ങനെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കാലിൽ ഈ സാധനം ഇടാൻ. നല്ല ഭംഗിയല്ലേ പാദസരതും കൂടെ ഇടുമ്പോൾ. അപ്പം ഞാൻ വേണച്ചിട്ട് ആൾക്കാർ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം കൊണ്ട് നടക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. രമേശേട്ടനാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിൽ രമേശേട്ടൻ കയറാറുണ്ട്. അടുത്ത സ്റ്റേജിൽ നീ പെർഫോം ചെയ്യുന്നത് എനിക്ക് ബൈഹേർട്ടായി. എനിക്ക് മിഥുനൊക്കെ ഇപ്പൊ നമ്മള് സാധാരണയൊക്കെ പോകുമ്പോ പുറത്തൊക്കെ പോകുമ്പോ സിനിമാ പാട്ടൊക്കെ നമ്മളെ വായനൊക്കെ വരും. അപ്പൊ സ്വപ്പുന്റെ ഡാൻസ് പാട്ടാണ് എനിക്ക് വരുന്നത്. അപ്പൊ ഒപ്പുള്ളവർക്ക് ഇത് ഏതാ പാട്ട് അപ്പോഴേക്കും ഓർമ്മ, അയ്യോ ഞാൻ പാടുന്നത് ഡാൻസ് പാട്ടാണല്ലോ എന്നുള്ളത്. കാരണം ഈ സ്റ്റേജിന്റെ മുന്നിൽ വന്ന് ഞാൻ സ്വപ്നോട് ഇപ്പൊ ഞാനാണ് കറക്റ്റ് ചെയ്തെടുക്കുക. സ്വപ്നം അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ മുദ്ര. ഇന്നലെ പറയണ്ടായിരുന്നു മിത്തു രമേശേട്ടനും കൂടെ ഇന്നലെ പറയണ. അല്ല ഇനി ഞങ്ങള് കയറിക്കോളാം ഈ സ്റ്റേജിൽ. അത്രയും മനസ്സിലായി ഞങ്ങൾക്ക്. ആ ദ്രൗപതിയുടെ ഒരു ഡാൻസ് ഉണ്ട്, അപ്പൊ അത് ഞങ്ങൾക്ക് അത്രയും മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റേജിൽ അടുത്ത ആഴ്ച കൂടി ഞങ്ങൾ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച വരാം രമേശേട്ടൻ. എന്റെ പൊന്നേ, ഞങ്ങൾ ആ വഴിക്കില്ല. അത് ഇതിപ്പോ നമ്മുടെ ഇവിടെ തൊട്ടടുത്തല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും കൂടെ വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഫ്രീ വേണം. കഴിഞ്ഞ ആഴ്ച ന്യൂ ഇയറിൻ്റെ പ്രിപ്പറേഷൻസും തിരക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങട്ടെ കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ഉണ്ടാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനുള്ള സമയമില്ല, നല്ലോണം ലേറ്റ് ആയി. ഇപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഉച്ചയ്ക്ക് ഒന്നും കഴിക്കില്ല, അത്രയും ലേറ്റ് ആയി. അപ്പം ഞാൻ വിളിച്ച തൽക്കാലം നല്ല നെയ് റോസ്റ്റും ചട്നിയും ഉള്ളി സമ്മന്തിയും കൂടെ കഴിക്കാമെന്ന്. അപ്പോൾ ദോശയും ചട്നിയും, അതുപോലെ ചട്നിയുടെ കൂടെ സാമ്പാർ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇഡ്ലിക്ക് അടിപൊളി കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ നെയ് റോസ്റ്റിന്റെ കൂടെ നല്ല അടിപൊളി ചട്നിയും കുറച്ച് ഉള്ളി സമ്മന്തിയും കൂടെ. ചമ്മന്തി, നമ്മുടെ ഉള്ളി സമ്മന്തി എന്ന് പറയാ. നമ്മുടെ വള്ളവനാടൻ ആ ഏരിയയിലൊക്കെ ചമ്മന്തി അല്ല സമ്മന്തി എന്നാ പറയാ. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളി ചമ്മന്തിയും ചട്നിയും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചോളൂ കേട്ടോ. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതും നല്ല ദോശയും നല്ല അടിപൊളി ഫിൽറ്റർ കോഫിയും കൂടെ ആയ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ. പൊട്ടറ്റോ, ഉള്ളി ഇതൊക്കെ വാങ്ങലല്ല, അതൊക്കെ എടുത്ത് വെക്കലാണ് ഏറ്റവും വലിയ പണിയില്ലേ. അപ്പം ഞാനൊരു കോളിഫ്ലവർ വാങ്ങിയിട്ട്, പിന്നെ നമ്മുടെ കോവയ്ക്കയുടെ ഉപ്പേരി നല്ല ടേസ്റ്റ് അല്ലേ, കുറേ കഴിച്ചിട്ട്. കോളിഫ്ലവർ ചപ്പാത്തിക്ക് എങ്ങാനും രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. മഷ്റൂം ഇതൊക്കെ ഇനി എന്താ വെച്ചാൽ നാളെ മുതൽ പിന്നെയും സ്കൂള് തുടങ്ങല്ലേ. അപ്പൊ ഈ ചപ്പാത്തിക്ക് വെക്കാനുള്ള ഭാജികളാണ് ഈ മഷ്റൂം, പനീർ, അതുപോലെ കോളിഫ്ലവർ, പിന്നെ നമ്മുടെ ആപ്പിൾ, ഫ്രൂട്ട്സ്. ഇതൊക്കെ സൺഡേ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ നല്ലതാണ്. കാരണം മൺഡേ മുതൽ പിന്നെ നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറച്ച് പാലക്കുണ്ട്. പാലക്ക് നല്ല ടേസ്റ്റാണ്. പാലക്കിന്റെ കൂടെ ഇങ്ങനെ വെറുതെ അരിഞ്ഞ് അങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പാലക്ക് ആലും കൂടെ കഴിച്ചാലും, പാലക്ക് പനീർ കഴിച്ചാലും. ഞാൻ വർത്താനം പറഞ്ഞിരുന്നു ദോശ ലേറ്റ് ആയി കഴിഞ്ഞാലേ ഇന്ന് മിത്തുകുട്ടിക്ക് മ്യൂസിക് ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ റെഡിയായി. ദോശ, പൊടി ദോശ എന്ന് വേണമെങ്കിൽ പറയാം. ദോശയുടെ മുകളിൽ പൊടി, ചട്നി, കുറച്ച് കട്ട ചട്നി പോലെ, പിന്നെ ഉള്ളി ചമ്മന്തി, പിന്നെ നമ്മുടെ പൊടിയും നല്ലെണ്ണയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇഡ്ലി പൊടിയുടെ കൂടെ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഇതാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നെയ് റോസ്റ്റ് ഒക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ, നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്
കൊണ്ടുപോയ പെട്ടിയൊക്കെ തിരിച്ച് അതുപോലെ ആക്കി വെക്കുക. ഇതിനൊരു അരമണിക്കൂർ നമ്മുടെ പോട്ടാം. അപ്പം ഞാൻ ആ ഒരു പരിപാടിയിലാണ്. കാരണം അടുത്ത ആഴ്ച ആകുമ്പോൾ പിന്നെയും പ്രോഗ്രാം ഉണ്ട്. അതിന് മുന്നേ കഴുകാനുള്ള ഡ്രസ്സുകളൊക്കെ കഴുകി ഒക്കെ എടുത്തു വെച്ച്, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ മക്കൾ ഡാൻസ് ഉള്ളവരാണെങ്കിലും ഇതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരോ പെട്ടികളായിട്ടാണ്. അതായത് ഇപ്പോൾ സേഫ്റ്റി പിന്നിന് ഈ ഒരു പെട്ടി, സ്ലൈഡിന് മാത്രം ഈ ഒരു പെട്ടി, ഓർണമെന്റ്സിന് മാത്രം, ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂമിന് മാത്രം ഈ ഒരു പെട്ടി, പിന്നെ ഹെയർ, വട, പൂവുകൾ അതിന് മാത്രം ഒരു പെട്ടി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പെട്ടി ഒരു ചെറിയ ബാഗിൽ കൊള്ളുന്നതല്ല. ഇങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഴിച്ചു വെക്കുമ്പോൾ തന്നെ ഇത് തുറക്കുക, എന്നിട്ട് ഓർണമെന്റ്സ് ആണെങ്കിൽ അത് ഇതിൽ മാത്രം വെച്ച് അടച്ചു വെക്കുക. സേഫ്റ്റി പിന്നാണെങ്കിൽ ഇത് തുറന്നു വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. സ്ലൈഡ് ആണെങ്കിൽ ഇത് തുറന്നു വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇതിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല. കാരണം ആദ്യം ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്, എല്ലാം കൂടെ വലിച്ചു വരെ ഒന്നിലിക്കിടുക. പക്ഷെ ഒരു ഫുൾ ഡേ വേണം. പിന്നെ അടുത്ത പ്രോഗ്രാം ആകുമ്പോഴേക്കും ഇതൊക്കെ വേർതിരിച്ച് വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർക്കും നമുക്കാണെങ്കിലും ആ ഒരു സമയത്ത് നമുക്ക് ഹെയർ കെട്ടണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ബണ്ണ് എവിടെ, ത്രെഡ് എവിടെ എന്നൊക്കെ അന്വേഷിച്ച് നടക്കണം. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരം ആവുച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത് എന്താണ്, കണ്ടോ ഇതുപോലെ നമുക്ക് വലിയ വലിയ ബോക്സുകളൊക്കെ ഓരോ ആമസോണിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു ഗുണമാണ് ഇത്. ഈ ബോക്സിലാണ് ഞാൻ എൻ്റെ വള, പൂക്കൾ, വട, മറ്റേ ശോഭന പറയണ പോലെ മാങ്ങ മാല, വെക്കാ മുതൽ എന്ന് പറയണ പോലെ, അയ്യോ എൻ്റെ പെട്ടി, പൂവുകൾ, ചരടുകൾ, ഇങ്ങനത്തെ വട, ഹെയറിനുള്ള എല്ലാ സാധനങ്ങളും ഇതിന്. അപ്പൊ ആരെങ്കിലും ഹെയറിന്റെ സാധനം എടുത്തേര് പറഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് എടുത്താൽ മതി. സ്ലൈഡ് എടുത്തേരെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എടുത്താൽ മതി. പിന്നെ എടുത്തേരെന്ന് പറഞ്ഞാൽ എടുത്താൽ മതി. ഈ ഓർണമെന്റ്സ് നല്ല സൂക്ഷിക്കണം. കാരണം നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പോൾ കൃഷ്ണയെന്ന് വാങ്ങിച്ചാൽ പറഞ്ഞില്ലേ, അപ്പൊ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ കേട് വരും. അപ്പൊ അങ്ങനെയാണ് ഹെയർ ഇതുപോലെ നന്നായി മടക്കി ഒതുക്കി വൃത്തിയാക്കി ഒരു കവറിൽ വെക്കുക. ഹെയർ എപ്പോഴെങ്കിലും ഒരു 3-4 പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് ഷാമ്പൂ ഒക്കെ ഇട്ട് ആളെന്ന് കഴുകി സിറൊക്കെ തേച്ച് വെക്കുന്നതാണ് ബെസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് എന്താ അറിയോ, ഒന്നെങ്കിൽ ഒരു നല്ല വലിയ ബാഗ്, അല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞിയ പെട്ടി. ഈ പെട്ടിയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ സൈഡും ഉണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് ഇതിലാണ് ഞാൻ ഡ്രസ്സ് ഇട്ട് വെക്കുക കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം 2 ഡ്രസ്സ് മാറ്റേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ആ ദ്രൗപതിയുടെ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. അപ്പൊ ഈ ഡ്രസ്സും മറ്റേ ഡ്രസ്സും 2 ഡ്രസ്സും ഇപ്രാവശ്യം മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പെട്ടി അടുത്ത ആഴ്ച പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടിയിലെ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ വെക്കുകയാണ്. പക്ഷേ ഈ സാരിയും ഈ കഴുകാനുള്ളതൊക്കെ ഞാനൊന്ന് എടുത്തിട്ട് ഒന്ന് കഴുകാനും ഡ്രൈ വാഷ് ചെയ്യാനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി പെട്ടി കേട്ടോ. ഡാൻസിന് മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എവിടേക്കെങ്കിലും ഒക്കെ പോകുമ്പോൾ ഹാൻഡ് ക്യാരി ചെയ്യുന്ന അങ്ങനത്തെ ഹാൻഡ് ബാഗേജിൽ പോകുന്ന പെട്ടിയാണ്. കാരണം അത്ര ചെറുതാണ്. ഇത് ഞാൻ ആമസോണിൽ ഒരു വർഷം മുന്നേ വാങ്ങിച്ചതാണ്. ഈ സാരി ഈ ഒരു ഡാൻസിന് വേണ്ടി വാങ്ങിച്ചതാണ്. അധികം വിലയൊന്നുമില്ല കേട്ടോ. ഇവിടെ അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയത് 800 രൂപയുള്ളൂ. നല്ല സാരി അല്ലേ. ഇത് അയ്യപ്പൻ്റെതായത് ബ്ലാക്ക് ആൻഡ് റെഡ്. പക്ഷെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് നവരാത്രിക്ക് ദേവിയുടെ ഒരു ലുക്കാണ് മൊത്തത്തിൽ വന്നത്. നവരാത്രിക്ക് ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. സാരിയൊക്കെ ആയിട്ട് കൊടുക്കാം, മീൻസ് കല്യാണങ്ങളൊക്കെ കൊടുക്കുക. അത്ര ഭംഗി 800 റുപ്പീസിന് എങ്ങനെ കിട്ടിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത്ര ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ, നല്ല തുണി, സിൽക്ക് മെറ്റീരിയൽ. അപ്പൊ ഇതൊരു 1-2 പ്രാവശ്യം എടുത്ത് ഇത് കഴുകണം, ഇതായിപ്പോയി. അപ്പൊ ഈ പെട്ടിയുടെ ലിങ്ക് ഇത് ആമസോണിൽ നിന്നാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം ഇത് എല്ലാവർക്കും ഉപകാരമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡാൻസിന് എന്നുള്ളതല്ല, എല്ലാത്തിനും ഉപകാരമാവുന്ന ഒരു തരത്തിലുള്ള പെട്ടിയാണ്. അപ്പൊ ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കി ഇതിൽ തന്നെ വെക്കട്ടെ. കാരണം നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ, ഡ്രസ്സ് മാത്രം കഴുകി ഇതിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അങ്ങനെ പെട്ടിയൊക്കെ ഒരു വിധം എന്താക്കി ഇനി കഴുകാനുള്ള ഡ്രസ്സുകളൊക്കെ കഴുകായിട്ട് ഒരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. കുറച്ചധികം പണിയാണ്, പക്ഷെ നല്ല രസമാണ്. ഞാനതിങ്ങനെ നോക്കിയിരിക്കും ആ സാരിയും ആ ഫോട്ടോയൊക്കെ ഞാനിവിടെ ഇങ്ങനെ സൈഡിൽ കൊടുക്കാം. അതിൻ്റെ നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു, സാരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം കുറച്ച് കിടിലൻ ഡ്രസ്സുകളുണ്ട് ആമസോണിന്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് വന്ന് തന്നെ നല്ലൊരു കിടിലൻ എന്താ പറയുക, മാക്സി ഡ്രസ്സെന്നോ കുർത്തിന്നോ ലോങ് ഗൗണെന്നോ ഒക്കെ പറയാം. ഇതിന് സ്ലിറ്റ് ഒന്നും ഇല്ല, ഒരു ലോങ് ഗൗൺ പോലത്തെ ബാക്കിൽ നമുക്കിങ്ങനെ കെട്ടാനുള്ളതൊക്കെ ഉണ്ട്. ഒരു യെല്ലോ ആൻഡ് പിങ്ക് വരുന്ന, പിങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടെ മാത്രം പിങ്ക് വരുന്ന ഒരു നല്ല യെല്ലോ കേട്ടോ, ഒരു ലൈറ്റ് കളർ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിന്റെ സ്ലീവ്സിലും കണ്ടോ ഈ ഒരു പിങ്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. അടുത്തതും ഒരു മാക്സി ഡ്രസ്സാണ്. എനിക്കിതിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടിട്ട് ഇഷ്ടമായത്. നല്ല ഭംഗിയില്ലേ കാണാൻ, മൊത്തത്തിൽ ഒരു കളർഫുൾ, ഒരു ബ്ലാക്കില് ഓറഞ്ചും യെല്ലോവും എല്ലാം കൂടെ ഒരു എന്താ പറയാ നല്ല ഭംഗിയുള്ള ഒരു തുണി. അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ്സ് കണ്ടോ കുറച്ചൊരു എലാസ്റ്റിക് ടൈപ്പ് ആണ്.
പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിച്ചത്. എൻ്റെ കയ്യിന് വണ്ണുള്ളവർക്ക് കുറച്ചും കൂടെ ഇങ്ങനെ വേറെ ടൈപ്പ് സ്ലീവ്സ് ആയിരിക്കും ഭംഗിയുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾമോസ്റ്റ് ഫുൾ ലെങ്ത് എന്നുള്ള പോലെ നമ്മുടെ നോർമൽ മാക്സി ഡ്രസ് ഇല്ലേ അതുപോലെ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഉടുപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഉടുപ്പുകളാണ്. പിന്നെ ഇതൊരു അടിപൊളി കളർ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു കുർത്ത സെറ്റാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്ലിറ്റ് എന്ന് പറയുന്നത് ഇത് വരെ ഉള്ളൂ കേട്ടോ, ബാക്കി ഫുൾ പാന്റ് ആണ്. പക്ഷെ ഈ പാന്റിന്റെ അതേ ഡിസൈൻ ആണ് ഈ സ്ലിറ്റിന്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് മുതൽ സ്ലിറ്റ് തുടങ്ങും, പക്ഷെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. കാരണം നേരെ താഴെ മുതൽ പാന്റ് നല്ല നീളമുള്ള പാന്റാണ്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു തരാണ്. അടുത്തത് ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ്, യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. അതും യെല്ലോയിൽ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച യെല്ലോയും ഇതും ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് മെയിനായിട്ട് ഇതിന്റെ പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടത്. 2 സ്ലിറ്റും ഉണ്ട്, 2 സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന അങ്ങനത്തെ ഒരു പാറ്റേൺ. കുറച്ചൊരു ലൂസ് ടൈപ്പ് പാറ്റേൺ ആണ്. അതായത് നമുക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കുമ്പോഴാണ്, ടൈറ്റ് ഫിറ്റിംഗ് അല്ല അതിന് ഭംഗി. അല്ലാതെ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും. അതിൽ വീഡിയോ ഉണ്ട് ആമസോണിലെ, ഒരു ലൂസായിട്ട് കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഇതും അതെ, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. കുറെ മുന്നേ വാങ്ങിയിട്ടില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറത്തേക്ക് ഇടുകയാണെങ്കിലും വീട്ടിലിടുകയാണെങ്കിലും കോട്ടൺ ആണ്. ഇനിയിപ്പോൾ ചൂടുകാലത്തൊക്കെ ഫുള്ള് ഇങ്ങനത്തെ ഡ്രസ്സുകളെ നമുക്ക് പറ്റുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു തുണിയാണ്. കോട്ടൺ ആകുമ്പോൾ ഇതിന് വിലയും കുറവാട്ടോ, വളരെ നോർമൽ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഗ്രീൻ, ഇതൊരു ഭംഗിയുള്ള ഗ്രീൻ, ഫുൾ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിന്റെ സ്ലീവ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് തടിയുള്ളവർക്കും കയ്യിന് വേണമുള്ളവർക്കും ഒക്കെ അങ്ങനെ തടി തോന്നിക്കാത്ത ടൈപ്പ് അങ്ങനത്തെ ഒരു സ്ലീവ്സ് ഇല്ലേ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ തുണി ഭയങ്കര സുഖമാണ്, ഭയങ്കര പത്ല തുണിയാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക്, ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതൊരു മാക്സി ഡ്രസ് തന്നെയാണ്. നല്ല അടിപൊളി ബ്ലാക്കിൽ ഒരു കുഞ്ഞു പൂക്കളായിട്ട് അടിപൊളിയാണ്. ഏകദേശം ഒരു ഫുൾ ലെങ്ത് വരുന്നതാണ്. ഒരു നോർമൽ ഇതിലൊരു കോളർ ടൈപ്പ് ഒരു നെക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലെ തന്നെ സ്ലീവ്സും 3/4 സ്ലീവ്സ് ആണ്. അപ്പൊ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ സാധാരണ, അതായത് പൊട്ടിയ ചട്ടികളാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനും കഴുകാനും കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും നാരങ്ങ നീരും വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും ഉണ്ടാക്കും. കാരണം അതാണ് ഏറ്റവും ഈസി, ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണേക്കാളും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഉള്ളി വെച്ചിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഇത് നേരെയാക്കി കിട്ടിയതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണിയല്ലേ ചെറിയ ഉള്ളിയൊക്കെ ഇത്രയും നേരെയാക്കി റോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. ഇത് ഞാൻ ഷാൻജിയോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടതാണ്. എനിക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും അതിൽ പോയി നോക്കി, ആ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റെസിപ്പി കാണാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിന് മുന്നേ നമ്മുടെ ഇവിടെ നെയ്ച്ചോറ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കൈമ റൈസിൻ്റെ നെയ്ച്ചോറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നന്നായി വറുത്ത് ഇതുപോലെ വെച്ച് ഞാൻ ഒരുപാട് തവണ അത് റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതും ഇടാം. കാശ്മീരി ചില്ലി പൗഡറും എരിവിന് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനും വെച്ചിട്ട് നന്നായി വഴറ്റിയാൽ, ഞാൻ ഈ വഴറ്റിയെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ചെറിയതായിപ്പോയി ഈ ഒരു ചട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് റെഡിയായി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള നമ്മുടെ നെയ്ച്ചോറിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ 2 ചട്ടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ചട്ടിയിൽ നിന്നും ഞാൻ ചിക്കൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നെയ്ച്ചോറ് ഇതാ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ മറ്റേതിൽ കൊള്ളില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ടും ഞാൻ വെറുതെ ഒരു അഹങ്കാരത്തിന് വേണ്ടി ചെയ്തു. അപ്പോൾ ഈ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി, നന്നായി വെന്ത് കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് പൊടി, വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇടാം. ഇനി ഇതൊന്ന് നിന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ എന്താ പറയുക നല്ലോണം റോസ്റ്റ് ആക്കി എടുക്കുക. അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ആയ കാരണം ഞാൻ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. പപ്പടത്തിൻ്റെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമാണെന്ന് എനിക്കറിയാം. 2-3 പപ്പടം ഉണ്ടായിരുന്നുള്ളൂ. പപ്പടം ഞാൻ അങ്ങനെ വാങ്ങാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നു മാത്രം കേട്ടോ. എന്നും അങ്ങനെ പപ്പടം കഴിക്കുന്നത് നന്നല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി, നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ നടത്തം അവസാനിച്ചത് ഇതിലാണ്. ഇത് സ്വീറ്റ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വീറ്റ് ഷോപ്പാണ്. നല്ല ബംഗാളി സ്വീറ്റ്സ് കിട്ടും കേട്ടോ. അടിപൊളിയാണ്. അധികം മധുരമൊന്നുമില്ല. സാധാരണ നമ്മളങ്ങനെ രസഗുള ഇതൊക്കെ ഭയങ്കര മധുരമായിരിക്കും. ഇതിലങ്ങനെ മധുരം കുറവാണ്. പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് വാങ്ങേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഫുള്ള് കൺഫ്യൂഷനാണ് ഞാനും മിത്തുകുട്ടിയും. അപ്പോൾ രമേശൊക്കെ ആദ്യമേ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നിങ്ങൾ സ്വീറ്റ്സ് കഴിക്കുക, എന്താ വെച്ചാൽ ചെയ്തോളൂ. എന്താ അറിയില്ല, ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാതെ പോകാൻ പറ്റില്ല. നല്ല നല്ല ഗുലാബ് ജാമും പലതരത്തിലുള്ള അധികം പേരുകളൊന്നും നമ്മളിങ്ങനെ ഈ ചംചം പക്ക ബംഗാളി സ്വീറ്റ്സാണ് കേട്ടോ. അപ്പോൾ ഒക്കെ രസഗുള, രസ്മലായിൻ്റെ ഒക്കെ തന്നെ പല വേർഷൻസ് ആണ്. അതാണ് അധികം അതിലുണ്ടാവുക. പക്ഷെ
നല്ല ടേസ്റ്റാണ്. അങ്ങനെ അവസാനം മിത്ത് കൂട്ടിയൊരു മലായി ചംചമും ഞാനൊരു മാംഗോ ചംചം, അങ്ങനെ തന്നെ പറയാൻ തോന്നുന്നു, ഞാൻ മറന്നു അപ്പോൾ അതിൻ്റെ പേര്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രസഗുള വിത്ത് മാംഗോ ഫ്ലേവർ. മിത്തുൻ്റെ ഒരു സാൻഡ്വിച്ച് പോലത്തെ എങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളായിട്ട് നല്ല ടേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളിതാ ഇങ്ങനെ ചുമ്മാ ഒന്നും കൂടെ നടന്ന് ഒരു ഫുൾ റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആദ്യം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ഇത് സ്വീറ്റ്സൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെയും ഒന്നും കൂടെയൊക്കെ നടന്ന് ഇതാ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. പുറത്തുനിന്ന് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു വെച്ചാലും ഡിന്നർ അത്യാവശ്യമാണല്ലോ. അപ്പം അതുകൊണ്ട് ചപ്പാത്തി ഉണ്ട്, നമ്മുടെ ഉച്ചക്കിലത്തെ ചിക്കൻ ഒക്കെ ഒന്നും കൂടെ സെറ്റായി. ശരിക്കും ഉച്ചക്കിലേക്കാളും ടേസ്റ്റ് ഇപ്പോഴാവും, കാരണം കുറച്ച് നേരം ഇരിക്കണം. മറ്റേത് ഉണ്ടാക്കി ഉടനെ കഴിക്കുമ്പോൾ ചിക്കനും മീനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കുറച്ചേ ഉള്ളൂ. ബാക്കി നമ്മുടെ നല്ല അടിപൊളി കൂൺ റോസ്റ്റ്, ചപ്പാത്തിയും കൂൺ റോസ്റ്റും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ. എല്ലാ പ്രാവശ്യത്തെയും പോലെ വീക്കെൻഡ് സിനിമ കാണാൻ, വീക്കെൻഡ് എന്ന് പറയാൻ പറ്റില്ല, നാളെ മുതൽ സ്കൂളൊക്കെ ഉണ്ട്, ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വീക്കെൻഡിൻ്റെ സിനിമ കാണാൻ നടക്കില്ല. പക്ഷെ ഇപ്പോൾ ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട് സണ്ണി വെയിൻ്റെ. എന്താണ് അതിൻ്റെ പേര്? നല്ല അടിപൊളി റിവ്യൂ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ്. അപ്പോൾ അതിൻ്റെ പേരല്ലൂർ പ്രീമിയം ലീഗ്. അപ്പോൾ അതിൻ്റെ ഓരോ സീരീസ് ആയിട്ട് കാണാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ടത് എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ കാതൽ സിനിമ കണ്ടു, ജ്യോതികയുടെയും മമ്മൂട്ടിയുടെയും. അത് ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. നല്ല സിനിമ കേട്ടോ. അഭിനയം പിന്നെ പറയേണ്ട ഒരു രക്ഷയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് കാതൽ. അപ്പോൾ അതെന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തവർ മസ്റ്റായിട്ടും ആമസോൺ പ്രൈമിൽ കാണാം. പിന്നെ ഒരു സിനിമ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്, അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ 12th ഫെയിൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ഡിസ്നി ഹോട്ട്സ്റ്റാർ പ്ലസിലാണ് ഇറങ്ങിയിട്ടുള്ളത്. മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് 12th ഫെയിൽ. ഹിന്ദിയാണ് കേട്ടോ. നല്ല കിടു സിനിമ. അത് ട്രൂ സ്റ്റോറിയാണ്, റിയൽ സ്റ്റോറിയാണ് അല്ലേ. ഒരു IPS ആയിട്ടുള്ള ആളുടെ ചമ്പൽ ഗാവിൽ നിന്ന് ഈ IPSലേക്ക് എത്തിയ ഒരു ഭയങ്കര മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ എന്തായാലും കുട്ടികളെയൊക്കെ കാണിക്കേണ്ട ഒരു സ്റ്റോറിയാണ്. കിഡിലൻ സ്റ്റോറി സിനിമയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും കാണാം. അപ്പോൾ വേറെ ഒന്നുമില്ല, തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഉച്ചയ്ക്കത്തെ കുറച്ച് നെയ്ച്ചോറും കൂടെ ഉണ്ട്, അതും ചിക്കനെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് നല്ല ഒരു വെബ് സീരീസും കൂടെ കണ്ട് ഇന്ന് കിടന്നുറങ്ങും. നാളെ മുതൽ പിന്നെയും അടുത്ത 5 ദിവസം ബിസിയോട് ബിസി. അപ്പം അങ്ങനെ എല്ലാവർക്കും ബൈ.